സർക്കാരിൻ്റെ ഉദാര മനസ്കത കാണണമെങ്കിൽ നമ്മൾ PFA ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. PFAയുടെ നിയമനങ്ങൾ വളരെ കുറവാണ്. എങ്കിലും അവരുടെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്ര ഉദാര മനസ്കരാണോ നമ്മുടെ സർക്കാർ? ഈ സർക്കാരിനെയാണോ നമ്മൾ കുറ്റം പറയുന്നതെന്ന് ആലോചിച്ചു പോകും. സർക്കാരുകൾ ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പം PFA അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടിയാണ് ഈ പ്രാവശ്യം മന്ത്രിസഭ കൂടിയത് തന്നെ എനിക്ക് തോന്നുന്നു ഈ ശമ്പളം കൂട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഒത്തിരി നാളത്തെ ആവശ്യമായിരുന്നു. അവർക്ക് കാശ് തികയുന്നില്ല. PFA ചെയർമാനും അംഗങ്ങൾക്കൊന്നും കാശ് തികയുന്നില്ല എന്നുള്ളതാണ് അവരുടെ രോദനം. കാരണം തുച്ഛമായ ശമ്പളത്തിനാണ് അവർ ജോലി ചെയ്യുന്നത് എന്നാണ് അവരുടെ പരിദേവനം. അതുകൊണ്ട് ഈ പ്രാവശ്യം കൂട്ടിക്കൊടുത്തത് വെറും അധികം വർധനമൊന്നുമില്ല, വെറും 1,60,000 രൂപ മാത്രമാണ് കൂട്ടിക്കൊടുത്തത്. കാരണം ഒരംഗത്തിന് 22 അംഗങ്ങളുണ്ട്, ചെയർമാൻ ഉൾപ്പെടെ 22 അംഗങ്ങളെങ്ങാണ്ട് ഉണ്ട്. അവർക്ക് കൂട്ടിക്കൊടുത്തത് ഒരാൾക്ക് 1,60,000 രൂപ വെച്ചാണ് കൂട്ടിക്കൊടുത്തത്. അപ്പം ചെയർമാൻ്റെ ശമ്പളം 2,24,000 നിന്ന് 3,87,000 കൂടിയിട്ടുണ്ട്. അംഗങ്ങളുടേത് 2,19,000 നിന്ന് 3,80,000 കൂടിയിട്ടുണ്ട്. അപ്പം നിലവിൽ 20 അംഗങ്ങളാണുള്ളത്. 21 അംഗങ്ങളാണ് നിലവിൽ വേണ്ടത്. അപ്പോൾ ഒരംഗങ്ങളുടെ ഒഴിവ് കിടക്കുകയാണ്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത. എന്ത് ഉദാരമനസ്കരാണ് അല്ലേ ഒരു മനുഷ്യന് ജീവിക്കാനെന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇവർക്ക് പെൻഷൻ കിട്ടും കേട്ടോ. പെൻഷൻ എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. കാലാവധി 6 കൊല്ലമാണ് ഇവരുടെ പെൻഷൻ കാലാവധി. യോഗ്യത പ്രത്യേകിച്ചൊന്നുമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ ശമ്പളം, പെൻഷനുണ്ട്, 1-ാം ക്ലാസ് യാത്രാപ്പടിയുണ്ട്, PA, ഡ്രൈവർ, ആഫീസർക്കടക്കം ഫീൽഫ ഫണ്ട്, ചെയർമാന് കാറും വീണും ഇതെല്ലാം കിട്ടും. അതുപോലെ പെൻഷനായാൽ പെൻഷനും ഉണ്ട്. ചെയർമാൻ്റെ പെൻഷൻ എന്ന് പറഞ്ഞാൽ 1,15 ലക്ഷത്തിൽ നിന്ന് 2,15 ലക്ഷമാണ്. അംഗങ്ങളുടേത് 1,20,000 നിന്ന് 2,15 ലക്ഷമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പം പെൻഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഭാവിയിൽ അവർക്ക് 6 കൊല്ലം അവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു അല്ലലും ഉണ്ടാകരുത്. അതാണ് സർക്കാരുകളുടെ എല്ലാം. ഞാൻ പറഞ്ഞില്ല, ഈ സർക്കാരിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ സർക്കാരുകളുടെയും ഉദാര മനസ്കത കൊണ്ടാണ് ഇവർ ഇത്രയൊക്കെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നത്. നമ്മൾക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം. നിലവിൽ 2,58,000 രൂപയാണ് ഒരു PSC അംഗത്തിന്റെ ശമ്പളം. ചെയർമാന്റെ ശമ്പളം 2,79,000 രൂപയും. ഇതിലാണ് മന്ത്രിസഭായോഗം വർധന വരുത്തിയിരിക്കുന്നത്. ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയാണ് PSC ചെയർമാന്റെ ശമ്പള പരിഷ്കരണത്തിന് അടിസ്ഥാനമാക്കിയത്. ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് സ്കെയിലാണ് അംഗങ്ങളുടെ ശമ്പളം കൂട്ടാൻ മാനദണ്ഡമായത്. ഇന്നത്തെ മന്ത്രിസഭായോഗം ശമ്പളം പുതുക്കാൻ തീരുമാനിച്ചതോടെ PSC അംഗങ്ങളുടെ ശമ്പളം 3,80,207 രൂപയായി വർദ്ധിച്ചു. PSC ചെയർമാന്റെ ശമ്പളം 3,87,873 രൂപയായും ഉയർന്നു. PSC അംഗങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ 1,22,004 രൂപ ഓരോ മാസവും അധികമായി ലഭിക്കും. ചെയർമാന് 1,08,359 രൂപയാണ് അധിക നേട്ടം. ഇതുകൂടാതെ എല്ലാ വർഷവും സേവനകാലത്തിനനുസരിച്ച് ശമ്പളം കൂടുകയും ചെയ്യും. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭ അംഗീകരിച്ചില്ല. അത്രയും നല്ലത്. ശമ്പളം കൂട്ടിയതിലൂടെ തന്നെ സംസ്ഥാന ഖജനാവിന് ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. ശമ്പളവും ആനുകൂല്യവും കൂടാതെ PSC അംഗത്തിനു വേണ്ട ഡ്രൈവർ, പേഴ്സണൽ സ്റ്റാഫ് എന്നിവർക്കുള്ള ശമ്പളവും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്നു. അപ്പം ഇതൊന്നും വേണ്ടായിരുന്നു. വല്ല രാഷ്ട്രീയത്തിലും എല്ലാം പോയത്. പഠിക്കുന്ന സമയത്ത് പിള്ളേരെയൊക്കെ രാഷ്ട്രീയത്തിൽ ഇറക്കണമെന്ന്. കാരണം ഇങ്ങനെ ഒരു PFA ചെയർമാനോ PFA അംഗമായിട്ടോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അതുപോലെ മന്ത്രിസഭകൾ കൂടുതൽ ഇപ്പം 6 കൊല്ലം കൂടുന്തോറും 22 അംഗങ്ങൾക്ക് പിന്നെയും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ അവസ്ഥയെ
നമ്മുടെ നികുതി പണത്തിൽ നിന്ന് 6 കൊല്ലം കഴിയുമ്പോഴത്തേന് അടുത്ത ആളിന് വീണ്ടും പെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നിസ്സാര കാര്യമാണോ ഉണ്ടാക്കേണ്ടത്? എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് പറയും. തമിഴ്നാടിൻ്റെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കുമ്പോഴേ നമുക്ക് 14 ജില്ലകളേ ഉള്ളൂ. 14 ജില്ലകൾ ഞാൻ എപ്പോഴും വിചാരിക്കും, 14 ജില്ലകളിൽ ഓരോരുത്തരെ ഈ നിയന്ത്രണം ഏൽപ്പിച്ചാൽ തന്നെ 14 പേരുടെ കാര്യമല്ലേ ഉള്ളൂ. അതിന് ഈ 22ഉം 21ഉം ഒക്കെ പേര് എന്തിനാ? നമ്മുടെ തമിഴ്നാടിൻ്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ കേരളത്തിനെക്കാട്ടിലും വലിയ സംസ്ഥാനമാണ് ഈ തമിഴ്നാട്. കേരളത്തിൻ്റെ ഇരട്ടിയുടെ വലിപ്പം വരുന്ന സംസ്ഥാനത്ത് PF അംഗങ്ങളുടെ എണ്ണം വെറും 14. അവർക്ക് 14 അംഗങ്ങൾ മതി. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലാണ്. അന്നേരം അതിൽ എല്ലാവർക്കും കൂടെ കൊടുക്കണമെങ്കിൽ എവിടെങ്കിലുമൊക്കെ കൊടുക്കണ്ടായി. അതിനു വേണ്ടിയാണ് PF അംഗങ്ങളുടെ എണ്ണം ഇത്രയും കൂട്ടിയിരിക്കുന്നത്. നിയമനം ഒട്ടും നടക്കുന്നുമില്ല. ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ കൂട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വശത്ത് ജോലി ചെയ്തിട്ടും 7000 രൂപ പോലും കൊടുക്കാനില്ലാതെ ആകപ്പാടെ വിഷമിക്കുന്ന സർക്കാരുകൾക്കത് സമരമായി ആശാപ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്. ആശാപ്രവർത്തകർക്ക് കേവലം തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അവരുടെ വരുമാനം അങ്ങോട്ട് 7000 രൂപയേ ഉള്ളൂ. അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഒരു വശത്തു നിന്ന് കേരള സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ തരുന്നില്ല. 7000 രൂപയെ ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. പക്ഷേ ഈ 7000 രൂപ കൊടുക്കാനില്ല. എന്താ കഷ്ടമല്ലേ? നമുക്ക് ആ വാർത്തയെന്ന് കേൾക്കാം. 7000 രൂപയാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഓണറേറിയം. മിനിമം കൂലിക്ക് അടുത്ത് പോലും എത്താത്ത ഈ തുക കൂട്ടി മാന്യമായ ഒരു തുക നൽകണമെന്നാവശ്യപ്പെട്ടാണ് ആശാ വർക്കർമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നത്. പ്രളയത്തിലും കോവിഡ് മഹാമാരി കാലത്തും എല്ലാം നാടിന്റെ രക്ഷകരായി നിന്നവരാണ് ഇങ്ങനെ നാമമാത്ര കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ മന്ത്രിസഭയുടെ മുന്നിലുള്ള അടിയന്തര വിഷയം. അത് ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കലായിരുന്നു. പാവങ്ങൾ ജോലി ചെയ്തിട്ട് തുച്ഛമായ ശമ്പളം പോലും ഇവരെന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ലേ, യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല. ഈ പറയുന്ന ഒരു കാറില്ല, വീടില്ല. ഈ കുട്ടികളെ പുലർത്താൻ വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ളവർക്ക് 7000 രൂപ കൊടുക്കാനില്ല, ക്ഷേമ പെൻഷൻ കൂട്ടാനില്ല, എല്ലാം സാമ്പത്തിക ഞെരുക്കുക. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് കാശ് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇരട്ടത്താപ്പ്. ഇത് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. ഇപ്പം പറയുന്ന ആൾക്കാരങ്ങോട്ട് ഇതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്നതാണെങ്കിലും വേറെ ഏത് പാർട്ടിയായാലും കയറി കഴിഞ്ഞാൽ അവരും ഇത് തന്നെ പിന്തുടരുമെന്ന് 100% ഉറപ്പാണ്. കാരണം കിട്ടാനുള്ളതെല്ലാം ഇനി പോരട്ടെ. മന്ത്രിമാരുടെ പെൻഷൻ, MLA-മാരുടെ പെൻഷൻ എല്ലാം അവർക്ക് കൂട്ടുകയും ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള പാവങ്ങളുടെ കാര്യം നോക്കത്തുമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലുമൊക്കെ കൊടുത്ത് ഒതുക്കും, ഏതെങ്കിലുമൊക്കെ തുച്ഛമായിട്ട് കൂട്ടും. അപ്പോഴത്തേന് എല്ലാവരും കൂടെ കൂട്ടി. ഇതാണ് നടന്നു വരുന്നൊരു സംഗതി. നമ്മൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. PFE എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനമാണ്. നമുക്ക് അഭിമാനിക്കാനൊക്കെ ഉള്ള പല സംഗതികളുണ്ട്. ഇപ്പം പിൻവാതിൽ നിയമനമാണ് ഇപ്പം നടക്കുന്നത്. സ്ഥിര നിയമനങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാലും ശരാശരി എനിക്ക് തോന്നുന്നു 10,000-15,000 പേരെ നിയമിക്കാൻ വേണ്ടി ഇരിക്കുന്ന അംഗങ്ങളും അവിടെ ജോലി ചെയ്യുന്ന അംഗങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ഥിരമായി പുതിയതായിട്ട് ചേരുന്ന അംഗങ്ങളെക്കാൾ കൂടുതൽ ശമ്പളം അവരൊരു കൊല്ലം പറ്റുമെന്ന്. അതിൻ്റെ കൂടെ ഈ ചെയർമാനും ഈ PFE അംഗങ്ങളും എല്ലാം കൂടി ഇരുന്ന് അവരെല്ലാം കൂടെ ഒരു കൊല്ലം മേടിക്കുന്ന തുകയെക്കാട്ടിലും കുറവായിരിക്കും അവിടെ നിയമനം കിട്ടി പുറത്തിറങ്ങുന്ന, ഓരോ കൊല്ലവും പുറത്തിറങ്ങുന്ന അവർ മേടിക്കുന്ന ശമ്പളം. അപ്പം എന്താ ഇല്ലേ, ഉദാര മനസ്കതയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഇത് ചോദ്യം ചെയ്യാനുമില്ല. ഒന്നാമത്തെ കാര്യം എപ്പോഴും രാഷ്ട്രീയമാണ്. ഇപ്പം ഇടതുപക്ഷം ഭരിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇതിനെതിരെ വീഡിയോ ഇട്ടാൽ ഇതൊരു നമ്മൾ ഇടതുപക്ഷ വിരുദ്ധനായിട്ട് മുദ്ര കുത്തി ഇതിനെതിരെ പ്രതികരിക്കുക. അപ്പം അന്ധമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ വിജയിക്കും. കാരണം ഇപ്പം സാധാരണ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ PFE നിയമനമൊക്കെ PFEയുടെ എന്താ പറയുന്നത് ചെയർമാനോ അംഗങ്ങളോ ഒക്കെ ഈ സാധാരണ രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനോ അല്ലെങ്കിൽ കമൻറ്റിട്ട് തൻ്റെ പാർട്ടിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കമൻറ്റിട്ട് നമ്മളെ ചീത്ത വിളിക്കാൻ വരുന്നവരെ ആരെയെങ്കിലും നിയമിക്കുന്നുണ്ടോ? ഇല്ല. താഴേക്കിടയ്ക്ക് നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെ പോലും ഇതിനകത്ത് നിയമിക്കുന്നില്ല. ഇതൊക്കെ വലിയ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന തസ്തികകളാണ്.
അതിൽ ആ വലിയ ആൾക്കാർ വരികയും അവർ പെൻഷൻ മേടിക്കുകയും ജീവിതകാലം മൊത്തം സുഖമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എന്താ പറയുന്നത്, ആരോട് പറയും, എന്ത് പറയും? അന്ധമായ രാഷ്ട്രീയത്തെ വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക അല്ലാതെ ഇതിന് യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഈ ഒരു വിഷയം തന്നെ കുറച്ച് ദിവസം പത്രക്കാരും എല്ലാവരും കൂടെ പറയും, അത് കഴിഞ്ഞ് അങ്ങ് പോവും. അല്ലെങ്കിൽ വേറെ ഒരു വിവാദ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടാവും, അതിൻ്റെ പുറകെ അങ്ങ് പോവും. ഇവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മേടിക്കുകയും ചെയ്യും. 6 കൊല്ലം കഴിയുമ്പോൾ ഇവർ പെൻഷൻ പറ്റി ആ ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ പെൻഷനൊക്കെ മേടിച്ച് ഇവർ വീട്ടിൽ സുഖമായിട്ട് കുത്തിയിരിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത പുതിയ ആൾക്കാർ 21 പേര് വരും, അവരും മേടിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭരണം മാറിക്കൊണ്ടിരിക്കും. അതായത് രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാരെല്ലാം കൂടെ വന്നിരിക്കും, അവർ വാങ്ങും, അവർ വാങ്ങിയിട്ട് അങ്ങോട്ട് മാറും. ഇതെല്ലാം കണ്ടുകൊണ്ട് മൂക്കത്ത് വിരൽ വെക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെ പറയാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം.